120 ചോദ്യങ്ങളിലൂടെ നമുക്ക് കേരളത്തെ പഠിക്കാം. കേരളം അടിസ്ഥാന വിവരങ്ങൾ. ഈ അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ 120 ചോദ്യങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഉത്തരം ഇതാണ്: 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ മൊത്തം വിസ്തീർണം. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദ്യം: കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത്. ദെൻ കേരളത്തിൽ ആകെ എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട്? കേരളത്തിൽ ആകെ എത്ര ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത്? ഉത്തരം 941. 941 ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്. ദെൻ കേരളത്തിൽ എത്ര റവന്യൂ ഡിവിഷനുകൾ ഉണ്ട്? നമുക്കറിയാം റവന്യൂ ഡിവിഷൻ അല്ലേ. മൊത്തം കേരളത്തിൽ 21 റവന്യൂ ഡിവിഷനുകളാണ് ഉള്ളത്. അഞ്ചാമത്തെ ചോദ്യം: കേരളത്തിൽ ആകെ എത്ര താലൂക്കുകൾ ഉണ്ട്? കേരളത്തിലെ താലൂക്കുകൾ എത്രയാണ്? ഉത്തരം 75. ദെൻ ഈ കണക്കുകൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു വയ്ക്കുക. കേരളത്തിലെ കോർപ്പറേഷനുകൾ എത്രയാണ്? ഉത്തരം 6 കോർപ്പറേഷനുകളാണ് കേരളത്തിൽ നിലവിലുള്ളത്. ദെൻ കേരളത്തിലെ നഗരസഭകൾ എത്രയാണ്? കേരളത്തിലെ എത്ര നഗരസഭകൾ ഉണ്ട്? ഉത്തരം 87 നഗരസഭകളാണ് കേരളത്തിലുള്ളത്. ദെൻ അടുത്ത ചോദ്യം ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യം തന്നെയാണ്: കേരളത്തിൽ നിയമസഭാ മണ്ഡലങ്ങൾ എത്രയാണ്? കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട്? ഉത്തരം 140. കേരളത്തിൽ എത്ര നിയമസഭാ അംഗങ്ങളുണ്ട്? ഉത്തരം 141. ഓക്കെ, 141 നിയമസഭാ അംഗങ്ങളാണ് കേരളത്തിൽ നിന്ന് ഉള്ളത്. ദെൻ കേരളത്തിൽ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ എത്രയാണ്? കേരളത്തിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14. ദെൻ കേരളത്തിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ള ചോദ്യം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. ഉത്തരം 2 പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളാണുള്ളത്. ഒന്ന് സുൽത്താൻ ബത്തേരി, അതേപോലെ മാനന്തവാടി. വയനാട് ജില്ലയിലാണ് ഈ 2 പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളും സ്ഥിതി ചെയ്യുന്നത്. 2 ഉത്തരം സുൽത്താൻ ബത്തേരി ആൻഡ് മാനന്തവാടി. ദെൻ കേരളത്തിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ട്? കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം? ഉത്തരം 20. ദെൻ കേരളത്തിൽ ലോകസഭ സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലെ ലോകസഭ സംവരണ മണ്ഡലങ്ങൾ 2 സംവരണ മണ്ഡലങ്ങളാണുള്ളത്. ഒന്ന് ആലത്തൂർ, അതേപോലെ മാവേലിക്കര. ഓർത്തു വയ്ക്കുക, 2 ലോകസഭ സംവരണ മണ്ഡലങ്ങളാണുള്ളത്. അതൊന്ന് ആലത്തൂർ ആൻഡ് രണ്ടാമത്തേത് മാവേലിക്കര. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 9. കേരളത്തിൽ തീരദേശ ദൈർഘ്യം എത്രയാണ്? എത്ര കിലോമീറ്റർ ആണ് കേരളത്തിലെ തീരദേശ ദൈർഘ്യം? ഓക്കെ, ഉത്തരം 580 കിലോമീറ്റർ. ഓർത്തു വയ്ക്കുക, 580 കിലോമീറ്റർ. ദെൻ കേരളത്തിൽ തീരപ്രദേശമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്? കടൽ തീരം ഉള്ള ജില്ലകൾ, തീരപ്രദേശമുള്ള ജില്ലകൾ 9. ഓക്കെ, ഓർത്തു വയ്ക്കുക, 9. ദെൻ കേരളത്തിൽ ആകെ എത്ര നദികളാണ് ഉള്ളത്? കേരളത്തിൽ ആകെ ഉള്ള നദികളുടെ എണ്ണം? ഉത്തരം 44 നദികളാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. ഓക്കെ, ദെൻ കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ എത്രയാണ്? കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ് ഏറ്റവും കൂടുതലുള്ളത്. 44-ൽ 41 പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ്. ഇതിൽ അടുത്ത ചോദ്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക:
കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാമാണ്? കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3 നദികളാണുള്ളത്. 44 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. അവ കബനി, ഭവാനി, പാമ്പാർ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഈ 3 നദികളുടെ പേര് പഠിച്ചു വയ്ക്കുക. 3 നദികൾ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്: കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ, ദെൻ കേരളത്തിലെ മൊത്തം കായലുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ മൊത്തം കായലുകളുടെ എണ്ണം 34. ഓക്കെ, 34 കായലുകളാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ദെൻ കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം. ഓക്കെ, കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം എത്രയാണ്? ഉത്തരം 73.8 വയസ്സ്. അതായത് ആവറേജ് ശരാശരി എടുത്തതാണ് 73.8 വയസ്സ്. ദെൻ കേരളത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല ഏത്? ഏറ്റവും വലിയ ജില്ലയാണ് കേരളത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട് ജില്ല, ഏറ്റവും വലിയ ജില്ല. ദെൻ കേരളത്തിൽ പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല ഏത്? കേരളത്തിൽ പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല വയനാട് ജില്ല. ഓക്കെ, വയനാട്. ദെൻ കേരളത്തിൽ പട്ടികവർഗക്കാർ കൂടുതലുള്ള ജില്ല. ഓക്കെ, ഒന്ന് SC ആണ്, ഒന്ന് ST ആണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. കേരളത്തിൽ പട്ടികവർഗക്കാർ കൂടുതലുള്ള ജില്ല വയനാട്. ഓക്കെ, കണക്ട് ചെയ്ത് പഠിക്കുക. കേരളത്തിൽ പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല വയനാടാണ്. അതേപോലെ ST പട്ടികവർഗക്കാർ കൂടുതലുള്ള ജില്ലയും വയനാടാണ്. ദെൻ കേരളത്തിൽ പട്ടികവർഗക്കാർ കുറവുള്ള ജില്ല ഏത്? ഉത്തരം ആലപ്പുഴ. ദെൻ കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കൂടിയ ജില്ല ഏതാണ്? കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കൂടിയ ജില്ല എറണാകുളം ജില്ല. ഓക്കെ, എറണാകുളം ജില്ല. ദെൻ കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കുറഞ്ഞ ജില്ല ഏത്? കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കുറഞ്ഞ ജില്ല ഉത്തരം ആലപ്പുഴ ജില്ല. ഓക്കെ, ആലപ്പുഴ ജില്ല. ദെൻ 28ാമത്തെ ചോദ്യം, കേരളത്തിൽ വനപ്രദേശം കൂടുതലുള്ള ജില്ല ഏത്? കേരളത്തിൽ വനപ്രദേശം കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിലാണ് കൂടുതൽ വനപ്രദേശമുള്ളത്. ദെൻ കേരളത്തിൽ വനപ്രദേശം കുറഞ്ഞ ജില്ല ഏത്? ഇതൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാവുന്ന ഒരു ചോദ്യങ്ങളാണ് ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങൾ. കേരളത്തിൽ വനപ്രദേശം ഏറ്റവും കുറഞ്ഞ ജില്ല, ജലത്താൽ ചുറ്റപ്പെട്ട ജില്ല ആലപ്പുഴ ജില്ല. ഓക്കെ, ദെൻ നമ്മൾ ഈ വീഡിയോയുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. കേരളത്തിൽ ഏറ്റവും വലിയ താലൂക്ക്. ഓക്കെ, കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഉത്തരം ഏറനാട് താലൂക്ക്. ഓക്കെ, ഓർത്തു വയ്ക്കുക. ഏറനാട് താലൂക്കാണ് കേരളത്തിൽ ഏറ്റവും വലിയ താലൂക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഉത്തരം വേമ്പനാട്ട് കായൽ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം ശാസ്താംകോട്ട. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട്ട് തടാകം. ഓക്കെ, വയനാട് ജില്ലയിലെ പൂക്കോട്ട് ലേക്കാണ് ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. അതേപോലെ ഏറ്റവും വലുത് ശാസ്താംകോട്ട. ഓക്കെ, ദെൻ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഏറ്റവും ചെറിയ ശുദ്ധജല തടാകവും അതേപോലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകവും വയനാട് ജില്ലയിലെ പൂക്കോട്ട് തടാകമാണ്. ദെൻ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് എന്നറിയപ്പെടുന്ന പഞ്ചായത്ത് ഏത്? ഉത്തരം മലപ്പുറം ജില്ലയിലെ പോത്തുകൽ പഞ്ചായത്ത്. ഓക്കെ, പോത്തുകൽ പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത്. ദെൻ ആദ്യത്തെ വ്യവഹാരരഹിത പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത പഞ്ചായത്ത് ഏത്? ഉത്തരം തൃശൂർ ജില്ലയിലെ വലവൂർ. ദെൻ അടുത്ത ചോദ്യം, ഏറ്റവും ചെറിയ താലൂക്ക് ഏത്? നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു, കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടു. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് താലൂക്കായിരുന്നു. ഓക്കെ, ഏറനാട് താലൂക്കാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണ്?
ഉത്തരം കുന്നത്തൂർ. അടുത്ത ചോദ്യം, കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏത്? ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ് ജില്ല. ദെൻ അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല ഏത്? ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല ആലപ്പുഴ ജില്ല. ദെൻ അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത്? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ജില്ല. ഓക്കെ, ഓർത്തു വയ്ക്കുക, കണ്ണൂർ. ദെൻ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം ഏത്? ഓക്കെ, 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇത് ലഭിച്ചത് 2016 ജനുവരി 13 ദെൻ കുറവ് കടൽ തീരമുള്ള ജില്ല, കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം ജില്ല. ഓക്കെ, ഓർത്തു വയ്ക്കുക. ദെൻ കേരളത്തിൽ ആദ്യമായി ഭിന്നലിംഗക്കാരുടെ ഉടമസ്ഥതയിൽ നിലവിൽ വന്ന ടാക്സി സർവീസ് ഏതാണ്? ഓക്കെ, ഭിന്നലിംഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാൻസ്ജെൻഡർ എന്ന് പറയാം. ഓക്കെ, ട്രാൻസ്ജെൻഡർ. ഈ ട്രാൻസ്ജെൻഡേഴ്സിനായി അവരുടെ ഉടമസ്ഥതയിൽ നിലവിൽ വന്ന ടാക്സി സർവീസിന്റെ പേര് ജി ടാക്സി. ഓക്കെ, നമ്മൾ ഫുള്ളായിട്ട് ജെൻഡർ ടാക്സി എന്ന് പറയുന്നു. ദെൻ കേരളത്തിലെ ഔദ്യോഗിക മൃഗം ഏത്? കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഉത്തരം ആന. ദെൻ അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏത്? ഉത്തരം മലമുഴക്കി വേഴാമ്പൽ. ഓക്കെ, വളരെ കൂടുതൽ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പ്രത്യേകതകളുള്ള ഒരു ജീവിയാണ് അല്ലെങ്കിൽ ഒരു പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. ദെൻ അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത്? ഉത്തരം കരിമീൻ. ഓക്കെ, ദെൻ കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏത്? കേരളം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു പേര്, ആ ഒരു വൃക്ഷത്തിന്റെ പേര് കിട്ടും. ഉത്തരം തെങ്ങ്. ഓക്കെ, കേരവൃക്ഷങ്ങളുടെ നാടാണ് കേരളം. ദെൻ അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏത്? കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ഉത്തരം കണിക്കൊന്ന. ദെൻ കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഏത്? ഉത്തരം ഇളനീർ. ഔദ്യോഗിക വൃക്ഷമായ തെങ്ങിൽ നിന്ന് ലഭിക്കുന്ന പാനീയം തന്നെയാണ് ഇളനീർ. ദെൻ കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം ഏത്? ജില്ലയല്ല ചോദിച്ചിട്ടുള്ളത്, കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമമാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം നെടുമുടി. ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയാണ് സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം. ദെൻ കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ഏത്? കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ഉത്തരം ചെങ്ങന്നൂർ. 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് ഏത്? കേരളത്തിൽ 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ പഞ്ചായത്താണ്. ഓക്കെ, കരിവള്ളൂർ ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട്. ദെൻ കേരളത്തിൽ വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി ഏത്? കേരളത്തിലെ വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി ഉത്തരം തൃപ്പൂണിത്തുറ. കേരളത്തിൽ വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഏതാണ്? കേരളത്തിൽ വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. ഓക്കെ, ഗുരുവായൂർ മുനിസിപ്പാലിറ്റി. ദെൻ കേരളത്തിൽ ജനസംഖ്യ കൂടിയ താലൂക്ക് ഏതാണ്? കേരളത്തിൽ ജനസംഖ്യ കൂടിയ താലൂക്ക് ഏതാണ്? ഉത്തരം കോഴിക്കോട്. ദെൻ കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് ഏതാണ്? ഉത്തരം ഓർത്തു വയ്ക്കുക, മല്ലപ്പള്ളി. ഓക്കെ, ദെൻ കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ ഏതാണ്? ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. താലൂക്കുകൾ, അതായത് ജനസംഖ്യ കുറഞ്ഞ താലൂക്കുകൾ, ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷനുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂർ, അതോടൊപ്പം ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരം. ഓക്കെ, ദെൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട ജില്ല ഏത്? ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട ജില്ല ഉത്തരം എറണാകുളം ജില്ല. ഓർത്തു വയ്ക്കുക, എറണാകുളം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ
വ്യവസായവൽക്കരിക്കപ്പെട്ട ജില്ല? ദെൻ അടുത്ത ചോദ്യം ഇതാണ്, ഈ വീഡിയോയുടെ ഈ ഒരു ഭാഗത്തിലെ അവസാനത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ ജില്ല, നമ്മൾ പരിചയപ്പെട്ടു ഒന്നാമത്തെ ജില്ല എറണാകുളം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ ജില്ല ഏത് എന്നാണ് ചോദ്യം. ഉത്തരം പാലക്കാട്. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.